ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 79 രുക്മിണീ ഹരണം. അതിന്റെ വൃത്തം എന്ന് പറയുന്നത് ദ്രുതവിളംബിതമാണ്. ദ്രുതവിളംബിതം വൃത്തം എല്ലാം ഒരു വൃത്തം തന്നെയാണ്. ദശകം 79 എല്ലാ ശ്ലോകങ്ങളും ഒരു വൃത്തം തന്നെയാണ്. ഇതിനകത്ത് പറയുന്നത് കൃഷ്ണൻ ആ ദ്വാരകയില് അതിഥിയായിട്ട് ആണല്ലോ ആ ബ്രാഹ്മണൻ വന്നത്, രുക്മിണി ദേവിയുടെ സന്ദേശം പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ബ്രാഹ്മണനോടൊപ്പം തന്നെ ഈ കൃഷ്ണൻ അപ്പോൾ തന്നെ ആ രഥത്തിലേറി അങ്ങനെ കുണ്ഡിനത്തിലേക്ക് പോവാണ്. അപ്പൊ ഈ പോകുന്ന സമയത്ത് ബലരാമനോട് പറയുന്നില്ല. അപ്പൊ ബലരാമൻ വിചാരിച്ചു എന്തോ അത്യാവശ്യമായ കാര്യമുണ്ട്, അപ്പൊ അതുകൊണ്ട് കൂടെ പോകാം എന്ന് കരുതി ബലരാമനും സൈന്യത്തോടൊപ്പം തന്നെ കൃഷ്ണന്റെ പുറകെ പോയി. അപ്പോ അവിടെ ചെന്ന് അങ്ങനെ കുണ്ഡിനത്തിൽ ചെന്നു. കൃഷ്ണനെയും ബലരാമനെയും ഒക്കെ വിദർഭ രാജ്യത്തിലെ രാജാവായിട്ടുള്ള ഭീഷ്മകൻ അവരെ വേണ്ടുന്ന വിധത്തിൽ സ്വീകരിച്ചൊക്കെ ഇരുത്തി. പിറ്റേ ദിവസം രുക്മിണി ദേവിയുടെ വിവാഹമാണ്. അപ്പൊ ഈ കൃഷ്ണനെ കണ്ടപ്പം അവിടുത്തെ ആ ലോകവാസികൾ, നഗരവാസികളെല്ലാം പറയുമായിരുന്നു, ഓ, ആ രുക്മിണിക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ളത് ഈ കൃഷ്ണൻ തന്നെയാണ്, ശിശുപാലനല്ല എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് അവര് രാത്രിയിൽ അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അവരങ്ങനെ ദുഃഖിച്ചു. രുക്മിണി ദേവിക്ക് അനുയോജ്യൻ കൃഷ്ണൻ തന്നെയാണ് എന്നുള്ളതാണ് അവരുടെ ആ പക്ഷം. പക്ഷെ അവിടെ രുക്മി പറയുന്നതിനെതിരായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, രാജാവിന് പോലും സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. ഈ പിറ്റേ ദിവസം രാവിലെ, വിവാഹത്തിൻ്റെ അന്ന് രാവിലെ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് രുക്മിണി ദേവി അങ്ങോട്ട് വിവാഹത്തിനായിട്ട് നല്ലതായിട്ടെല്ലാം ഒരുങ്ങി ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് ഭൃത്യന്മാരോടും ദാസികളോടും ഒക്കെ അവിടെ പാർവതി ക്ഷേത്രത്തിൽ, പാർവതിയുടെ ക്ഷേത്രത്തില് തൊഴുന്നതിനായിട്ട് പൂജ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ആ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. പൂജയെല്ലാം കഴിഞ്ഞു, ക്ഷേത്രത്തിൽ തൊഴുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ദേവി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഈ നഗരവാസികളെല്ലാം ദേവി അങ്ങനെ അണിഞ്ഞൊരുങ്ങി അങ്ങനെ ഒക്കെ ഉള്ള നല്ല സുന്ദരിയായിട്ട് അങ്ങനെ ഇരിക്കുന്ന ആ രൂപം ഒന്ന് കാണണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ തിക്കി തിരക്കി അവിടെ ഇങ്ങനെ വന്നു. അപ്പൊ ആ സമയത്ത് ദേവി ഇങ്ങനെ ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് കൃഷ്ണൻ അങ്ങോട്ട് ചെന്നിട്ട് എവിടേക്ക് പോകുന്നു എന്ന് രുക്മിണി ദേവിയോട് ചോദിക്കുകയും ആ കരം ഗ്രഹിച്ച്, ആ രുക്മിണി ദേവിയുടെ കരം ഗ്രഹിച്ച് തൻ്റെ രഥത്തിലേക്ക് ആ രുക്മിണി ദേവിയെ കയറ്റുകയും ചെയ്തു. ആ സമയം ഇവിടെ 7ാമത്തെ ശ്ലോകത്തിലാണ് വരുന്നത്. കൊനുഗമിഷ്യസി ചന്ദ്രമുഖി, ചന്ദ്രമുഖി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ആ കൈക്ക് പിടിച്ച് അങ്ങനെ ദേവിയെ രഥത്തിലേക്ക് കയറ്റുന്നത്. രഥത്തിലേക്ക് കയറ്റി അപ്പോഴേ അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ രാജാക്കന്മാരെല്ലാം അവിടെ ഉണ്ടല്ലോ, അവരെല്ലാം യുദ്ധത്തിന് വരുന്നുണ്ട്. രുക്മിയും വരുന്നുണ്ട്, സഹോദരനാണ്. രുക്മിയും വരുന്നുണ്ട് യുദ്ധത്തിനായിട്ട്. രുക്മിയെ തോൽപ്പിച്ച് വിരൂപനാക്കി വിടും. രുക്മിയെ വധിക്കുന്നില്ല ഭഗവാൻ, വിരൂപനാക്കി അങ്ങനെ വിടുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് കൃഷ്ണൻ അങ്ങ് രുക്മിണി ദേവിയെ കൊണ്ട് ദ്വാരകയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ആ രുക്മിണി ദേവിയുമായിട്ട് നർമ്മസല്ലാപത്തിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ കൃഷ്ണന് ഒരു വികൃതി തോന്നി. ദേവിയോട് പറയുകയാണ്, ദേവി, അങ്ങയ്ക്ക് അനുയോജ്യനായത് ആ രാജാവ് തന്നെയായിരുന്നു, ആ ശിശുപാലൻ തന്നെയായിരുന്നു. എന്നേക്കാളും യോഗ്യൻ എന്തായാലും ആ രാജാവ് തന്നെയാണ്. അപ്പൊ രാജ്ഞിയായിട്ട് അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഈ രുക്മിണി ദേവിയോട് അങ്ങനെ തമാശ രൂപത്തില് ഒരു രസം പറയുന്നതില് അങ്ങനെ പറഞ്ഞു. ദേവിയാണെങ്കിലോ, ദേവി ആ കൃഷ്ണനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ബ്രാഹ്മണനെ പറഞ്ഞയച്ചതും ഒക്കെ ചെയ്തത്. ഇതെല്ലാം അറിയാനുള്ള കൃഷ്ണനാണ്. എന്നിട്ടും അത് കേട്ടപ്പോ ആ രുക്മിണി ദേവിക്ക് ഭയങ്കര സങ്കടമായി, കൃഷ്ണൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. എന്നിട്ട് ദേവി കുറെ കരഞ്ഞു. അത് കഴിഞ്ഞ് ദേവി മോഹാലസ്യപ്പെട്ടു. അപ്പൊ കൃഷ്ണന്റെ വിഷമമായി, അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാണല്ലോ. അപ്പൊ പിന്നീട് രുക്മിണി ദേവിയെ സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്നെയും രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞുകൊണ്ടാണ് ഈ
ദശകം 79 അവസാനിപ്പിക്കുന്നത്. ശ്ലോകം ചൊല്ലാൻ നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിത ദ്വിജസുതം ത്വതുപാഗമവാദിനം ധൃതരസാത് തരസാ പ്രണനാമ സാന്ന് നിന്നിട്ടുണ്ട്. ഭുവനകാന്തമവേക്ഷ്യ ഭവത് സ്വപുർ നൃപസുതസ്യ നിശമ്യ ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈർ ഉദിതൈർ അഗമത് നിശാം തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗളഭൂഷണ ഭാസുര നിരഗമത് ഭവതർപ്പിത ജീവിത സ്വപുരത പുരത സുഭടാവൃത കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതം പരിപൂജ്യ സാദരം മുഹുരയാചത തത്സ്പദ പങ്കജേ നിപതിതാം തവ കേവലം സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖ ഭുവനമോഹന രൂപരുചാതയാ വിവശിതാഖില രാജ്യകദംബയാ ത്വമപി ദേവ കടാക്ഷ വിമോക്ഷണൈ പ്രമദയാ മദയാഞ്ചകൃഷേ മനാഖ് കൊനു ഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യ കരേണ ഹരൻ ക്ഷണാത് സമധിരോപ്യ രഥം ത്വം അപാഹൃത സമധിരോപ്യ രഥം ത്വം അപാഹൃത ഭുവി തതോ വിതതോ നിനതോ ദിശാം. അവിടെ ആ ദേവിയെ കരം ഗ്രഹിച്ച് അങ്ങനെ രഥത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്താണ്? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഒരു 3 പ്രാവശ്യം പറയണം. അവിടെ ആ ദേവിയെ അങ്ങനെ കരം ഗ്രഹിച്ച് ഭഗവാൻ അങ്ങനെ കൊണ്ടുപോവാണ്. പത്നിയുടെ ഭാവത്തില് അങ്ങനെ ആക്കി കൊണ്ടുപോവാണ്. അപ്പോ അവിടെ ഞങ്ങൾ നാരായണീയം ചൊല്ലുമ്പോൾ കുരവയൊക്കെ ഇടാറുണ്ട്. ഒരു വിവാഹം നടക്കുന്നത് പോലെയാണല്ലോ. അപ്പൊ അങ്ങനെ കുരവയൊക്കെ ഇട്ട് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് 3 പ്രാവശ്യം പറയും. അവിടെ എന്നിട്ട് ഭഗവാന് മാലയൊക്കെ ചാർത്തും കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നാരായണീയം പാരായണം ചെയ്യുന്ന സമയത്ത്. കൊനു ഗത പശുപാല ഇതി കൃത കൃതരണ യദുഭിശ്ച ജിതാ നൃപ നതു ഭവാനുദചാല്യത തൈരഹോ ശുനകൈർ ഇവ കേസരി തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃദമദം പരിമുച്യ ബലോക്തിഭി പുരമയാ രമയാ സഹ കാന്തയാ നവസമാഗമലജ്ജിതമാനസാം പ്രണയകൗതുക ജൃംഭിതമന്മഥാം അരമയ ഖലു നാഥ യഥാ സുഖം രഹസിതാം ഹസിതാംശുലസന്മുഖീം വിവിധ നർമ്മഭിരേവമഹർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരതനോർ അതനോത്സ് അതിലോലതാം. അപ്പൊ ഈ എന്താണ് കപടവാദങ്ങളാൽ ദേവിയെ അങ്ങനെ ചഞ്ചലയാക്കി എന്നാണ് പറയുന്നത് കൃഷ്ണൻ. ആ ഒരു ദിവസം കൃഷ്ണന്റെ ഓരോ കുസൃതി വികൃതിയാണല്ലോ. അപ്പൊ അങ്ങനെ ദേവി ആ സമയത്താണ് മോഹാലസ്യപ്പെട്ടു വീഴുന്നതും ഒക്കെ. തദധികൈർ അധലാളന കൗശലൈ പ്രണയിനീം അധികം സുഖേന്യമാം ഐ മുകുന്ദ ഭവച്ചരിതാനിന പ്രഗതതാം ഗതതാന്തിമപാകുരു. അവിടെ പിന്നെ ആ ഒരു വിവാഹത്തിന്റെ ആ മംഗളം എന്നുള്ള ആ ഒരു കീർത്തനമൊക്കെ കൃഷ്ണ ഹരേ ജയ എന്നുള്ള ഒരു കീർത്തനമൊക്കെ അവിടെ ചൊല്ലും ഈ ഒരു ദശകം കഴിഞ്ഞിട്ട്. രുക്മിണി ദേവിയുടെ സ്വയംവരമാണല്ലോ, അപ്പൊ ആ ഒരു കീർത്തനമാണ്.
ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിത ദ്വിജസുതം ത്വതുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസാ ഭുവനകാന്തമവേക്ഷ്യ ഭവത്സ്വപുർ നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമത്സ്നിശാം തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണഭാസുര നിരഗമദ്ഭവദർപ്പിതജീവിത സ്വപുരതഃ സുഭടാവൃത കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ സസാദരം മുഹുരയാചത തത്പദപങ്കജേ നിപതിതാ പതിതാം തവ കേവലം സമവലോകകുതൂഹലസങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിതദിങ്മുഖ ഭുവനമോഹനരൂപരുചാതയ വിവശിതാഖിലരാജകദംബയാ ത്വമപി ദേവ കടാക്ഷവിമോക്ഷണൈ പ്രമദയാ മദയാഞ്ജകൃഷേ മനാഗ് കൊനു ഗമിഷ്യസി ചന്ദ്രമുഖീദിതാം സരസമേത്യ കരേണ ഹരൻ ക്ഷണാത് സമധിരോപ്യരഥം ത്വമപാഹൃത ഭുവി തതോ വിതതോ നിനദോ ദിശാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കുനുഗത പശുപാലയിതി ക്രുധ കൃതരണായതുഭിശ്ചജിതാ നൃപ നതു ഭവാനുദചാല്യതൈരഹോ പിശുനകൈശുനകൈർ ഇവ കേസരി തദനു രുക്മിണമാഗതമാഹവി വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃദമദം പരിമുച്യ ബലോക്തിഭി പുരമയാ രമയാ സഹ കാന്തയാ നവസമാഗമലജ്ജിതമാനസാ പ്രണയ കൗതുകജൃംഭിതമന്മദാം അരമയ ഖലു നാഥ യഥാ സുഖം രഹസിതാം ഹസിതാം ശൂലസന്മുഖീം വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരതനോരതനോത് അതിലോലതാം തദധികൈർ അധലാളന കൗശലൈ പ്രണയിനീം അധികം സുഖയൻ ഇമാം അയി മുകുന്ദ ഭവത്ചരിതാനി ന പ്രഗദതാം ഗദതാന്തിമപാകുരു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അടുത്തത് ദശകം 80 സെമന്തകോപാഖ്യാനം. സെമന്തകമണിയുടെ രത്നത്തിന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഇവിടെ എന്താണ്, ഈ സത്രാജിത്തിന് സൂര്യനിൽ നിന്നും ഒരു വിശിഷ്ടമായ രത്നം അത് കിട്ടുകയാണ്, രത്നമണി. അപ്പൊ അത് ഈ കൃഷ്ണൻ എന്ത് ചെയ്തു, ഒരു ദിവസം ചെന്ന് ഈ സത്രാജിത്തിനോട് ആ രത്നം തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു.
അപ്പോ സത്രാജിത്ത് കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് സത്രാജിത്തിന്റെ സഹോദരനായ പ്രസേനൻ സത്രാജിത്തിനോട് ചോദിച്ചപ്പോൾ സത്രാജിത്ത് ആ രത്നം ആ പ്രസേനന് കൊടുത്തു. പ്രസേനൻ അതും കഴുത്തിൽ ധരിച്ചുകൊണ്ട് അങ്ങനെ വനത്തിൽ നായാട്ടിന് പോയി. ആ നായാട്ടിന് പോയ സമയം ഇതിൻ്റെ ആ പ്രകാശം നല്ല പ്രകാശമാണ്, അത് രത്നമാണ്. അപ്പൊ അത് കണ്ടിട്ട് ഈ സിംഹം എന്തോ കഴിക്കാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ഈ സിംഹം പ്രസേനനെ ആക്രമിച്ച് വധിച്ചിട്ട് ആ രത്നം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ജാമ്പവാൻ ഈ സിംഹത്തിനെ വധിച്ചിട്ട് ആ രത്നം ജാമ്പവാൻ ഗുഹയിൽ കൊണ്ടുചെന്ന് തൻ്റെ മകൾക്ക് കളിക്കുന്നതിനായിട്ട് കൊടുത്തു. ജാമ്പവാന്റെ പുത്രിക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ ഇത് അവിടെ ആ സംഭവങ്ങൾ ഇത്രയും നടന്നു. ഇവിടെ ഈ സത്രാജിത്തിന് ഈ രത്നം നഷ്ടപ്പെട്ടു. അപ്പൊ ഈ കൃഷ്ണൻ ചെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോ കൃഷ്ണനാണ് പ്രസേനനെ വധിച്ച് രത്നം എടുത്തിട്ടുള്ളത് എന്ന് അവിടെ എല്ലാം അങ്ങ് ഒരു കിംവദന്തി പരന്നു കൃഷ്ണനെ പറ്റി. അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു, ഞാൻ എടുത്തിട്ടുമില്ല, വെറുതെ എന്തിനാണ് കേൾക്കുന്നത്? അപ്പോൾ ഇതൊന്ന് അന്വേഷിക്കണമല്ലോ, ഈ രത്നം ഇത് എവിടെയാണ് എന്നുള്ളത് അന്വേഷിക്കണമല്ലോ എന്ന് കരുതി കൃഷ്ണനും അവിടെ ഉള്ളവരും അന്വേഷിക്കാനും ഒക്കെ പോയി. അപ്പോൾ കൃഷ്ണനും അങ്ങനെ അന്വേഷണം തുടർന്നു. ആ സമയത്താണ് പ്രസേനന്റെ ശവശരീരം അങ്ങനെ വനത്തിൽ അങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഈ സിംഹത്തിന്റെ പാദം ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നു. അപ്പൊ മനസ്സിലായി സിംഹം പ്രസേനനെ വധിച്ചതാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ആ സിംഹത്തിന്റെ കാലടികളെ പിന്തുടർന്ന് അങ്ങനെ നടന്നു പോയി നോക്കുമ്പോൾ ഉണ്ട് ആ സിംഹത്തിന്റെയും ശവശരീരം അവിടെ കിടക്കുവാണ്. അപ്പോഴവിടെ ആ രത്നത്തെ കാണുന്നില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോയപ്പോൾ ഒരു ഗുഹ കാണുകയാണ്. ആ ഗുഹയ്ക്കകത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി ആ രത്നവും വെച്ച് അങ്ങനെ കളിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കൃഷ്ണൻ ഗുഹയിലോട്ട് കയറുമ്പോൾ ഈ ജാമ്പവാന് കാഴ്ചക്കുറവുണ്ട്. ചിരഞ്ജീവിയാണല്ലോ ജാമ്പവാൻ. അപ്പോൾ ഈ കയറി ചെന്നത് ആരാണെന്നൊന്നും ജാമ്പവാൻ അറിയുന്നില്ല. ആ കയറി ചെന്ന ആ വ്യക്തിയോട് ജാമ്പവാൻ അങ്ങനെ യുദ്ധം ചെയ്യുവാണ്. ആ 2-3 മുഷ്ടി കൊണ്ട് ഇടിയും ഒക്കെ കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ കുറേ ദിവസം ജാമ്പവാനും കൃഷ്ണനും തമ്മിൽ അങ്ങനെ മല്ലയുദ്ധം അങ്ങനെ നടക്കുവാണ്. അങ്ങനെ നടക്കുമ്പോൾ ഈ ജാമ്പവാന് മനസ്സിലാകും ഇത് സാധാരണപ്പെട്ട ആളല്ല, ഇത് ആരാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് കൃഷ്ണനാണ്. ദ്വാപരയുഗത്തിലെ കൃഷ്ണനാണ്. തൻ്റെ പരമഭക്തൻ ആയ ആ ശ്രീരാമ ഭക്തനാണല്ലോ ജാമ്പവാൻ. അപ്പോൾ ആ രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അപ്പൊ ഇവിടെ കൃഷ്ണനും ഭഗവാന്റെ അവതാരമാണ്. അപ്പൊ ആ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ രത്നത്തെയും തൻ്റെ പുത്രിയായ ജാമ്പവതിയെയും കൃഷ്ണന് കൊടുക്കും. കൃഷ്ണൻ ആ രത്നം കൊണ്ടുവന്ന് അങ്ങ് സത്രാജിത്തിന് കൊടുക്കും. അപ്പൊ സത്രാജിത്തിന് ആകെ ഒരു ലജ്ജയാകും. കാരണം എന്താണ്, അറിയാതെ താൻ കൃഷ്ണനെ കള്ളനാക്കി എന്നുള്ളത് കൊണ്ട് സത്രാജിത്തിനൊരു ലജ്ജയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ സത്രാജിത്തിന് രത്നം കൃഷ്ണൻ തിരിച്ചേൽപ്പിക്കുമ്പോൾ സത്രാജിത്ത് എന്ത് ചെയ്യും, സത്രാജിത്തിന്റെ മകളായ സത്യഭാമയെ കൂടി കൃഷ്ണൻ വെളി കഴിക്കണം എന്ന് സ്വീകരിക്കണമെന്ന് പറയുകയും അതിനനുസരിച്ച് സത്യഭാമയെ ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ രത്നം കൃഷ്ണൻ സ്വീകരിച്ചില്ല, അത് സത്രാജിത്തിന് തന്നെ കൊടുത്തു. അപ്പൊ ഈ സത്യഭാമയെ കൃഷ്ണന് കൊടുത്തു. സത്യഭാമ ശതധന്വാവ് വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു. അപ്പൊ ശതധന്വാവിന് സത്രാജിത്തിനോട് ദേഷ്യം വരും. അങ്ങനെ ശതധന്വാവ് ഈ പിന്നെ അക്രൂരന്റെയും കൃതവർമാവിന്റെയും ഒക്കെ വാക്ക് കേട്ടിട്ട് ഈ ശതധന്വാവ് ചെന്നിട്ട് ആ സത്രാജിത്തിനെ വധിക്കുവാണ്. അപ്പൊ ഇതിനിടയിൽ കൃഷ്ണൻ ഹസ്തിനപുരത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ അരക്കില്ലത്തിൽ വെച്ച് ഈ പാണ്ഡവന്മാരെ വധിച്ചു എന്നുള്ള ആ വാർത്ത കേട്ടു. അവര് വധിച്ചില്ല, വധിക്കുന്നതിന് വേണ്ടിയിട്ട് ദുര്യോധനാദികൾ അരക്കില്ലത്തിൽ തീയിട്ടു. പക്ഷെ പാണ്ഡവന്മാർക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ആ വാർത്ത കേട്ടുകൊണ്ട് കൃഷ്ണൻ അവിടേക്ക് പോയി. അപ്പൊ ആ സമയത്താണ് ഇവിടെ ഈ പ്രസേനനെ വധിക്കുന്നത്. അപ്പൊ അത് സത്യഭാമ മുഖാന്തരം കൃഷ്ണൻ അറിയുകയാണ്. അങ്ങനെ കൃഷ്ണൻ ചെന്നിട്ട് ഈ ശതധന്വാവിനെ വധിക്കുവാണ്. ഇങ്ങനെ
ഇപ്പോഴിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കഥകൾ ഇതുപോലെ നടക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഓരോ കഥകൾ. അപ്പൊ എന്താണ്, ഈ ശതധന്വാവിനെ വധിച്ചിട്ട് ആ രത്നത്തെ കൃഷ്ണന്റെ അറിവോടുകൂടി തന്നെ ആ രത്നം അക്രൂരന് കൊടുക്കും. അപ്പൊ ഈ രത്നം അക്രൂരന്റെ കയ്യിലിരിക്കട്ടെ എന്നും ഭഗവാൻ വിചാരിച്ചു. കാരണം ഈ അക്രൂരന് ഒരു ഒരു ശകലം കുറച്ചൊരു അഹങ്കാരം അക്രൂരന്റെ മനസ്സിലുണ്ടായി. താൻ വലിയ ഭക്തനാണ്, അങ്ങനെ താൻ ഭക്തനാണ് എന്നൊക്കെ ഉള്ള ഒരു അഹങ്കാരം മനസ്സിൽ തോന്നിയാൽ ഭഗവാൻ അത് അപ്പോഴേ വേരോടെ ഇറക്കും. അപ്പൊ അതിന് ഭഗവാൻ എന്തെങ്കിലും ഒരു ഇത് കാണിക്കും, ആ ഒരു അഹങ്കാരത്തെ നുള്ളിക്കളയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഈ അക്രൂരന്റെ മനസ്സിൽ ചെറിയൊരു അഹങ്കാരം ഉണ്ടായി. അപ്പൊ ആ അഹങ്കാരത്തെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അത് അക്രൂരന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, കാരണം അതിരുന്നാൽ കുറെ വിനാശങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ആ ഒരു രത്നം കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഈ ഓരോ വധവും ഒക്കെ നടന്നത്. അപ്പൊ അങ്ങനെ അതിനാല് ആ രത്നം അക്രൂരന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചു. അപ്പൊ ഈ സമയത്ത് ഈ ബലരാമന് ചെറിയൊരു സംശയം, രത്നം കൃഷ്ണന്റെ കയ്യിലാണോ എന്ന്. ആ സമയത്ത് ബലരാമന് എന്ത് ചെയ്തു, അവിടുന്ന് പിന്നെ ധൃതരാഷ്ട്രപുത്രനായിട്ടുള്ള ആ മിഥിലാ രാജ്യത്ത് ചെന്നിട്ട് ധൃതരാഷ്ട്രപുത്രനായിട്ടുള്ള ആ ദുര്യോധനനെ ഗദാഭ്യാസം പരിശീലിപ്പിച്ചു. ആ സമയത്ത് അങ്ങനെ ശിഷ്യനാക്കി, ദുര്യോധനനെ ബലരാമൻ ശിഷ്യനാക്കി. അങ്ങനെ ഭഗവാനെ, ഗുരുവായൂരപ്പ എന്നെയും രക്ഷിക്കണമേ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ലീലകളിൽ അങ്ങനെ ആടുന്ന ആ ഭഗവാനെ, ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമൊക്കെ കണ്ട് എല്ലാവരെയും അങ്ങനെ സന്തോഷിപ്പിക്കുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പ എന്നെയും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടതിരിപ്പാട് ദശകം 80 അവിടെ അവസാനിപ്പിക്കുന്നു. സമന്തകോപാഖ്യാനം. കഴിഞ്ഞ 73ാമത്തെ ദശകത്തില് 5ാമത്തെ ശ്ലോകം, അതിനകത്ത് സയാഞ്ച എന്ന് ഞാൻ പറഞ്ഞു, സയാജ്ഞ എന്നാണ്, ഇജ്ഞയ്ക്കാണ് അവിടെ ഉച്ചാരണം കൊടുക്കേണ്ടത്. സവിഷാദഭരം സയാജ്ഞമുച്ചൈർ, ചന്ദ്രകല ജ്ഞായാണ് അവിടെ. 5ാമത്തെ ശ്ലോകം, 73-ലെ 5ാമത്തെ ശ്ലോകം. ഇപ്പൊ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓർത്തപ്പോ അങ്ങ് പറയുവാണ്. സവിഷാദഭരം സയാജ്ഞമുച്ചൈർ അതിദൂരം വനിതാഭിരീക്ഷ്യമാണ മൃദുതദ്ദിശി പാതയന്നപാങ്കാൻ സബലോ അക്രൂരരഥേന നിർഗതോഭു. അത് 73-ലെ 5ാമത്തെ ശ്ലോകമാണ്. അതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. അതങ്ങനെ എനിക്കതവിടെ തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ അവിടെ തിരുത്തി പറയുന്നത്. അപ്പൊ ഈ ദശകം 80 വസന്ത തിലകമാണ് ഇതിന്റെ വൃത്തം 1ാമത്തെ ശ്ലോകത്തിന്റെ. പിന്നെ 2ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോ ശിഖരിണിയാണ്. അത് ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോ പറയാം. 1ാമത്തേത് വസന്ത തിലകം. സത്രാജിതസ്ത്വമഥ ലുബ്ധവതർക്കലബ്ധം ദിവ്യം സമന്തകമണിം ഭഗവന്നയാജി. അങ്ങനെ യാചിച്ചു ഭഗവാൻ ചെന്ന്. തത്കാരണം ബഹുവിധം മമഭാതി നൂനം. ഇവിടെ നൂനം എന്ന് പറയുന്നത് നൂനം. തസ്യാത്മജാം ത്വയിരതാം ഛലതോ വിവോഢും. അടുത്തത് ശിഖരിണിയാണ് അതിന്റെ വൃത്തം. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസ പ്രസേനസ്തത് ഭ്രാത ഗളഭുവി വഹൻ പ്രാപമൃഗയാം അഹൻ ഏനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ ശശംസു സത്രാജിത് ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തത സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോഭൂ കപ്പി ഗുഹാം. ഇവിടെ 2ഉം 3ഉം ശിഖരിണി വൃത്തമാണ്. ഇനി 4 പൃഥ്വിയാണ്. ഭവന്തമവിതർക്കയൻ അതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹിമാം കൈഹരോധുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭി ചിരം തവ സമർച്ചനം വ്യഥിത ഭക്ത ചൂഢാമണി. ഇനി 5 ഗീതി എന്ന് പറയുന്ന വൃത്തം.
ബുദ്ധ്വാത തേന ദത്താം നവരമണീം വരമണീം ച പരിഗൃണ്ണൻ. നവരമണീം വരമണീം ച പരിഗൃണ്ണൻ. ഗൃ ആണ് അവിടെ, ഗൃണ്ണൻ. അനുഗൃണ്ണനാമുമാക സപതിജ സത്രാജിതേ മണിം പ്രാത. സപതിജ സത്രാജിതേ മണിം പ്രാത. അടുത്തത് 6ാമത്തെ ശ്ലോകം. ഹരിണിയാണ് അതിന്റെ വൃത്തം. തദനുസ ഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമന തസ്യൈ വാദാത് മണിം ഗഹനാശയ. അടുത്തത് 7ഉം 8ഉം 9, 10, 11 വസന്ത തിലകം തന്നെയാണ്. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാധ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ. ഗാന്ധിനേയ എന്ന് പറയുന്നത് ഗാന്ധിനിയുടെ പുത്രനാണ് അക്രൂരൻ. ഹി ഗാന്ധിനേയ കൃതവർമാവിന്റെയും അക്രൂരന്റെയും വാക്ക് കേട്ടിട്ട് ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിരാനിപാത്യ സത്രാജിതം ശതധനുർ മണിമാജഹാര. ശോകാത് കുരൂൻ ഉപഗതാം അവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേ സശങ്കൈവ മൈഥിലഗേഹമേത്യ രാമോ ഗതാം സമശിശിക്ഷത ധാർത്തരാഷ്ട്രാം. അക്രൂരയേഷ ഭഗവൻ ഭവതിച്ഛയൈവ സത്രാജിത കുചരിതസ്യ യുയോജ ഹിംസാം അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി. ഭക്തസ്ത്വയി സ്ഥിരതരസ്സഹി ഗാന്ധിനേയ തസ്യൈവ കാപഥമതി കഥമീശ ജാത. വിജ്ഞാനവാൻ പ്രശമവാൻ അഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. യാദം ഭയേന കൃതവർമ്മയുതം പുനസ്തം ആഹൂയ തത് വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിതായ തുഷ്യൻ ഭാമാകുചാന്ത ശയന പവനേശ പായ. 11 ശ്ലോകങ്ങളുണ്ട് അതിനകത്ത്. ശ്ലോകം ചൊല്ലാം. സത്രാജിതസ്ത്വമധലുബ്ധവദർക്കലബ്ധം ദിവ്യം സമന്തകമണിം ഭഗവന്നയാജി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയിരതാം ഛലതോ വിവോഢും അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാത ഗളഭുവി വഹൻ പ്രാപമൃഗയാം അഹന്യേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്ത്വം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. ശശംസു സത്രാജിത് ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂകപിഗുഹാം ഭവന്തമവിതർക്കയൻ അതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹിമാം കൈഹരോധുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭി ചിരം തവ സമർച്ചനം വ്യതിത ഭക്ത ചൂടാമണി. ബുദ്ധ്വാതേന ദത്താം നവരമണീം വരമണീം ച പരിഗൃണ്ണൻ അനുഗൃണ്ണനമുമാക സപതി ച സത്രാജിതേ മണീം പ്രാതാം. തദനു സ ഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി
പ്രമുദിതമനാസ്തസ്യൈവാതാത്മനിം ഗഹനാശയാ വ്രീളാകുലാം രമയതേ ത്വയ് സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര ശോകാത്സ്കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിശിക്ഷതധാർത്തരാഷ്ട്രാം അക്രൂരയേഷ ഭഗവൻ ഭവതിച്ഛയൈവ സത്രാജിത കുചരിതസ്യ യുയോജഹിംസാം അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി ഭക്തസ്ത്വയി സ്ഥിരതരഃ സഹി ഗാംഭിനേയ തസ്യൈവ കാപഥമധി കഥമീശ ജാത വിജ്ഞാനവാൻ പ്രശമവാൻ അധമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ വിജ്ഞാനവാൻ പ്രശമവാൻ ഇത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തം ആഹൂയ തത് വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാ കുജാന്തശയന പവനേശപായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം. എല്ലാവർക്കും നമസ്തേ.